Welcome to my seminar. My topic is rabbit heart structure and working. ആദ്യമായിട്ട് പറയാൻ പോണത് റാബിറ്റിൻ്റെ ഹാർട്ടിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇൻറ്റേർണലി ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉള്ളത്. റൈറ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് ഓറിക്കിൾസ്, പിന്നെ റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും. ഓറിക്കിൾസ് എന്ന് പറയുന്നത് തിൻ വാൾഡ് ആയിരിക്കും, വെൻട്രിക്കിൾസ് തിക്ക് വാൾഡ് ആയിരിക്കും. പിന്നെ 2 ഓറിക്കിൾസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഓറിക്കിൾസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്റ്റം ഉണ്ട്. ആ സെപ്റ്റത്തിൻ്റെ പേരാണ് ഇൻ്റർ ഓറിക്കുലാർ സെപ്റ്റം. അതുപോലെ തന്നെ 2 വെൻട്രിക്കിൾസ് തമ്മിൽ ഒരു സെപ്റ്റം വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെപ്പറേറ്റ് ചെയ്ത ആ സെപ്റ്റത്തിൻ്റെ പേരാണ് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. പിന്നെ ഓരോ ഓറിക്കിളും അതിൻ്റെ വെൻട്രിക്കിളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സെപ്റ്റം ഉണ്ട്. ആ സെപ്റ്റത്തിൻ്റെ പേരാണ് ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം. പിന്നെ എംബ്രിയോകളിലൊക്കെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ഇൻ്റർ ഓറിക്കുലാർ സെപ്റ്റത്തിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് ഫോറമെൻ ഒവെയിൽ. അഡൽട്ടിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും, ലീവിങ് എൻ ഓവൽ ഡിപ്രഷൻ കോൾഡ് ഫോസ ഒവാലിസ്. ഇൻറ്റേർണലി ഓറിക്കുലാർ വോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു ന്യൂമറസ് മസ്കുലർ റിഡ്ജസ്. അതിനെ പറയുന്ന പേരാണ് മസ്കുലൈ പെക്റ്റിനേറ്റി. Opening to the right auricle, 4 veins, namely the right and left precaval veins, അടുത്തായിട്ട് പോസ്റ്റ് caval vein and the coronary vein. The right and left pulmonary veins open to the left auricle by a common aperture. Opening to the left precava is guarded by crescentic fold. അതിനെ പറയുന്ന പേരാണ് valve of Thebesius. സിമിലർലി അതുപോലെ തന്നെ ഓപ്പണിംഗ് ഓഫ് ദി പോസ്റ്റ് കാവ ഈസ് എ മെംബ്രേനിയസ് ഫോൾഡ് വിച്ച് ഈസ് ദ റെമനന്റ് ഓഫ് ദി എംബ്രിയോണിക് യൂസ്റ്റേഷ്യൻ വാൽവ്. ദ ഓപ്പണിംഗ് ഓഫ് ദി പൾമിനറി വെയിൻസ് ഈസ് നോൺ വാൽവുലാർ. റൈറ്റ് ഓറിക്കിൾ റിസീവ്സ് ദ ഡീഓക്സിജനേറ്റഡ് ഓർ venous blood from the anterior and the posterior parts of the body. Left auricle receives the oxygenated or arterial blood ഫ്രം ദി ലങ്സ്. ലെഫ്റ്റ് ഓറിക്കിൾസ് ഓക്സിജനേറ്റഡോ അല്ലെങ്കിൽ ആർട്ടീരിയലായിട്ടുള്ള ബ്ലഡോ റിസീവ് ചെയ്യുന്നത് ലങ്സിൽ നിന്നാണ്. ഈച്ച് ഓറിക്കിൾ ഓപ്പൺസ് ടു ദി വെൻട്രിക്കിൾ ഓഫ് ഇറ്റ് സൈഡ് ബൈ ആൻ ഓറിക്കുലോ വെൻട്രിക്കുലാർ അപ്പർച്ചർ. അത് ഗാർഡ് ചെയ്തിരിക്കുന്ന ഒരു വാൽവ് വെച്ചിട്ടാണ്. ആ വാൽവിൻ്റെ പേരാണ് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവ്. ദ റൈറ്റ് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവ് ഈസ് ട്രൈകസ്പിഡ്, എന്ന് വെച്ചാൽ 3 കസ്പ് ഓർ ഫ്ലാപ്സ്. അടുത്തായിട്ട് ലെഫ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈകസ്പിഡും ആണ്. വെൻട്രിക്കിൾസ് ആർ തിക്ക് വാൾഡ്. ദെയർ ഇന്നർ വാൾസ് ഹാവ് സെവറൽ തിക്ക് മസ്കുലർ റിഡ്ജസ്. അതിന് പറയുന്ന പേരാണ് കൊളംനെ കാർണിയെ. ആൻഡ് എ ഫ്യൂ മസ്കുലർ പ്രൊജക്ഷൻസ് കോൾഡ് പാപ്പിലറി മസിൽസ്. The free edges of the auriculoventricular valves are fastened to the papillary muscles by tough fibrous cords. ആ കോഡ്സിനെ പറയുന്ന പേരാണ് കോർഡയെ ടെൻഡിനിയെ. ഈ കോഡ്സ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ്സ് ദ വാൽവ് ഫ്രം ഫ്ലെക്സിങ് ഡ്യൂറിങ് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ. ലീഡിങ് ഔട്ട് ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ is the pulmonary trunk and from the left ventricle is the carotidosystemic trunk, aorta or കരോട്ടിക്കോസിസ്റ്റമിക് അയോട്ട. ഇവിടെ നമുക്ക് കാണാൻ പറ്റും റാബിറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദി ഹാർട്ടിൻ്റെ ഫിഗറാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ കുറേ പാർട്സുകൾ നമുക്ക് കാണാൻ പറ്റും. പൾമിനറി ആർട്ടറി, റൈറ്റ് ഓറിക്കിൾ, ട്രൈകസ്പിഡ് വാൽവ്, റൈറ്റ് വെൻട്രിക്കിൾ, പൾമിനറി വെയിൻ, ലെഫ്റ്റ് ഓറിക്കിൾ, പാപ്പിലറി മസിൽസ്, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇങ്ങനത്തെ പാർട്സൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് ദി ഹാർട്ടാണ്. വർക്കിംഗ് ഓഫ് ദ ഹാർട്ട് ഇൻവോൾവ്സ് റെഗുലർ ആൻഡ് റിതമിക് ഹാർട്ട് ബീറ്റ്സ് ഓർ കാർഡിയാക് റിതംസ്. ഈച്ച് ഹാർട്ട് ബീറ്റ് ഇൻ ടേൺ കൺസിസ്റ്റ് ഓഫ് ദി ഓൾട്ടർനേറ്റ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി ഹാർട്ട് വാൾസ്. ദ ഫേസ് ഓഫ് കോൺട്രാക്ഷൻ ഓഫ് ദി ഹാർട്ട് വാൾസ് ഈസ് കോൾഡ് സിസ്റ്റോൾ. ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ ചെയ്യുന്ന ഫേസിനെ പറയുന്നതാണ് സിസ്റ്റോൾ. ആൻഡ് ദ ഫേസ് ഓഫ് ദ റിലാക്സേഷൻ ഈസ് കോൾഡ് ഡയസ്റ്റോൾ. റിലാക്സേഷൻ ഫേസിനെ പറയുന്നത് ഡയസ്റ്റോൾ എന്നാണ്. Systole takes place in 2 successive steps, namely first auricular systole and then ventricular systole. But diastole is more or less simultaneous in all the 4 chambers, so it is often called combined diastole. ഡയസ്റ്റോൾ മോർ ഓർ ലെസ് സൈമിൾട്ടേനിയസ് ആയിരിക്കും.
4 ചേമ്പേഴ്സിലും. അതുകൊണ്ടാണ് ഡയസ്റ്റോളിനെ പറയുന്നത് കമ്പൈൻഡ് ഡയസ്റ്റോൾ എന്നാണ്. ഡ്യൂറിങ് ഓറിക്കുലർ സിസ്റ്റോളിൻ്റെ സമയത്ത് ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി റൈറ്റ് ഓറിക്കിൾ ഈസ് ഫോഴ്സ്ഡ് ടു ദി റൈറ്റ് വെൻട്രിക്കിൾ. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് റൈറ്റ് ഓറിക്കിൾസിലുള്ളത്. ആ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ആൻഡ് ദി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ലെഫ്റ്റ് ഓറിക്കിൾ ഈസ് ഫോഴ്സ്ഡ് ടു ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. During ventricular systole, the deoxygenated blood from the right ventricle is pumped to the pulmonary trunk for oxygenation in the lungs, and the oxygenated blood from the left ventricle is pumped to the aorta for distribution all over the body. വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ സമയത്ത് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾസിൽ നിന്ന് പമ്പ് ചെയ്യും, പൾമണറി ട്രങ്കിക്ക് പമ്പ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനേഷൻ സംഭവിക്കാനാണ്. ലങ്സിൽ ഓക്സിജനേഷൻ സംഭവിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ലെഫ്റ്റ് വെൻട്രിക്കിളുള്ളത്. അത് അയോട്ടയ്ക്ക് പമ്പ് ചെയ്യും. അതങ്ങനെ പമ്പ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓൾ ഓവർ ദി ബോഡി, ബ്ലഡ് ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും എത്താനാണ്. ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് to the auricles is prevented by the auriculoventricular valves, and the backflow to the ventricles is prevented by the pulmonary and aortic semilunar valves. During diastole, the chambers of the heart dilate for refilling. ഡയസ്റ്റോളിൻ്റെ സമയത്ത് ഹാർട്ടിൻ്റെ ചാമ്പേഴ്സ് ഡൈലേറ്റ് ചെയ്യും. അത് റീഫില്ലിങ് ചെയ്യാനാണ് അങ്ങനെ ഡൈലേറ്റ് ചെയ്യിക്കുന്നത്. ഇത്തരം പ്രോസസ്സിങ്ങുകളാണ് ഹാർട്ടിൻ്റെ വർക്കിങ്ങിലുള്ളത്, റാബിറ്റിൻ്റെ ഹാർട്ടിൻ്റെ വർക്കിങ്ങിലുള്ളത്. ഇത്തരം പ്രോസസ്സിങ്ങുകളാണ്. So let's wind up my seminar presentation. Thank you.